ഉരുൾപൊട്ടി സർവ്വതും നഷ്ടപ്പെട്ടിട്ടും തളരാത്ത ആത്മവിശ്വാസമാണ് മുണ്ടക്കൈ ഗ്രാമത്തിലെ യുവാക്കൾക്ക് കരുത്ത്. പുനരധിവാസ പദ്ധതി എങ്ങനെ നടപ്പിലാക്കണമെന്ന ആലോചന പുരോഗമിക്കുമ്പോൾ യുവാക്കൾക്കും ചിലത് പറയാനുണ്ട്. ദീപക് മലയമ്മ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മേപ്പാടിയിലുള്ള ഒരു ഡോർമെട്രിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ വന്നിരിക്കാൻ കാരണം എനിക്കൊപ്പം കാണുന്ന ഈ മനുഷ്യർ തന്നെയാണ്. സർവ്വതും ഈ കഴിഞ്ഞ ഉരുൾപൊട്ടലിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ആളുകളാണ്. എങ്ങനെ അതിജീവനം സാധ്യമാക്കും എന്നുള്ള ചർച്ചകൾ കൂടിയാണ് ഇവരിവിടെ നടത്തുന്നത്. ഒപ്പം തന്നെ വിഷമങ്ങളിൽ നിന്ന് എങ്ങനെ വ്യതിചലിച്ച് മുന്നോട്ട് പോകാം എന്നുള്ള ചിന്തകൾ കൂടി ഇവിടെ ഉരുത്തിരിയുന്നു എന്നുള്ളത് കൂടിയാണ് ഞാനിപ്പോൾ ഇവർക്കൊപ്പം ഇരിക്കുന്നത്, സംസാരിക്കുന്നത്. എനിക്കൊപ്പം ഇവിടെയുള്ളതെല്ലാം മുണ്ടക്കൈക്കാരാണ്. ഇവർ പറയുന്നത് പുനരധിവാസം എങ്ങനെയായിരിക്കും എന്നുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തിന് എന്താണ് ഉത്തരം എന്നുള്ളത് ഇപ്പോഴും വ്യക്തത നമുക്ക് പൂർണ്ണതോതിൽ കിട്ടിയിട്ടില്ല. ഈ ക്വാർട്ടേഴ്സുകൾ ഉൾപ്പെടെ കണ്ടെത്തുമൊക്കെ സർക്കാർ പറയുന്നു. പക്ഷേ അതിലേക്കൊക്കെ എത്തുന്നതിന് മുൻപ് ചില ആശയങ്ങളൊക്കെ ഇവർ രൂപീകരിച്ചിട്ടുണ്ട്. അത് എത്രത്തോളം സാധ്യമാകുമെന്നുള്ള കാര്യത്തിൽ ചോദ്യങ്ങൾ അവിടെ അപ്പോഴും അവശേഷിക്കുന്നുണ്ടെങ്കിൽ പോലും കമർ, ഇത് എങ്ങനെയായിരിക്കണം ഇനി പുനരധിവാസം എന്നുള്ളത് സംബന്ധിച്ച് നിങ്ങൾ ആലോചനകൾ നടത്തിയിട്ടുണ്ട്? നമുക്ക് വരാൻ പോകുന്ന വില്ല പ്രൊജക്റ്റ്, വീടിൻ്റെ പ്രൊജക്റ്റ്, അത് നമ്മൾ തന്നെ ഏറ്റെടുക്കുക. ഇപ്പം മുണ്ടക്കൈയുള്ള പ്രൊജക്റ്റ് ഞങ്ങളായുള്ള ഈ ടീമിൽ നമുക്ക് എല്ലാ കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള എല്ലാ ആളുകളും ഉണ്ടെങ്കിൽ ഞങ്ങൾ ഏറ്റെടുക്കും. എന്നിട്ട് ഞങ്ങൾ ചെയ്യും. അതായത് മുണ്ടക്കൈയിലെ യുവാക്കൾ ചെയ്യും. ഞങ്ങളുടെ പ്രൊജക്റ്റ് ഞങ്ങൾ തന്നെ എൻജിനീയേഴ്സ്, എല്ലാവരും ക്വാളിഫിക്കേഷനുള്ള ആളുകളാണ്, എല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണ്, എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യും. ഞങ്ങളെ പ്രൊജക്റ്റായിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന, ഇതിൻ്റെ മുകളിൽ വേറൊരാൾ വേണ്ട എന്നുള്ള താല്പര്യം ഞങ്ങൾക്ക്. കാരണം ഞങ്ങൾക്ക് മാക്സിമം എത്ര ബെറ്ററാക്കി ചെയ്യാൻ പറ്റുമോ ഞങ്ങൾ ചെയ്യും. അതിന് ഞങ്ങൾ മെച്ചപ്പെടാനും സാധ്യതയുണ്ട്. ഈ ഒരു കമർ പറയുന്നത് ഇപ്പം കിട്ടുന്ന ഒരു തുക ഉണ്ടാവുമല്ലോ, നിശ്ചിത തുക എന്തായാലും ഉണ്ടാവും, തർക്കമില്ല. ആ തുകയിൽ പോലും ഏറ്റവും ബെസ്റ്റാക്കി ചെയ്യാൻ കഴിയും. ബെസ്റ്റാക്കിയിട്ട് നമുക്ക് ഇനിയിപ്പോൾ അതിൽ പ്രോഫിറ്റ് ഇല്ല എങ്കിൽ പോലും ഞങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ഞങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. സ്വാഭാവികമായിട്ടും ഇത് സർക്കാരിന് മുന്നിലേക്ക് നമ്മൾ വെക്കേണ്ട വിഷയം തന്നെയാണ്. ഇപ്പം ഈ ഇങ്ങനെയൊരു പദ്ധതി വിഭാവനം ചെയ്യുമ്പോൾ അതിൽ യുവാക്കൾ എന്നുള്ളതിൽ നിങ്ങൾക്ക് എന്തായിരിക്കും ഒരു ബെനിഫിറ്റ് ഉണ്ടാകുമെന്നാണ്? ഇപ്പോൾ ഞങ്ങളെല്ലാവരും തൊഴിൽ ആ മേഖലയിൽ തന്നെ വർക്ക് ചെയ്ത ആൾക്കാരാണ്. ഇപ്പോൾ ഇൻഡസ്ട്രിയൽ പണിക്കാരായാലും കെട്ടുപണിക്കാരായാലും എല്ലാവരും ഉണ്ട്. അവർക്കൊന്നും ഇപ്പോൾ ഒരു ജോലിയില്ല. അപ്പോൾ മൂപ്പര് പറഞ്ഞമാതിരി ഇങ്ങനെ ഒരു പരിപാടി വരികയാണെങ്കിൽ എല്ലാവർക്കും അവിടെ ജോലിയാവും. ഈ വീടാകുമ്പോഴത്തേന് നമുക്കൊരു ബാക്കപ്പ് നമ്മുടെ കയ്യിൽ വരും. കാരണം ഒരു വീട് മാത്രമായിട്ട് കാര്യമില്ലല്ലോ, അത് കഴിഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ അതിനൊരു അവസരം നമുക്ക് കിട്ടും. ഇങ്ങനൊരു കാര്യം സർക്കാർ നമുക്ക് ചെയ്തു തരികയാണെങ്കിൽ. പുത്തുമല നമ്മുടെ മുന്നിൽ ഒരു മാതൃകയുണ്ട്. പക്ഷേ അത് നല്ല മാതൃകയല്ല എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്നത്. അവരുടെ കാഴ്ചകൾ കണ്ടപ്പോൾ നമുക്കും അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം പുത്തുമലയായിരിക്കരുത് മുണ്ടക്കൈയിലെ ജനങ്ങൾക്ക് കൊടുക്കേണ്ടത്, അല്ലേ? പുത്തുമലക്കാർ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാലോ. അവരെന്നെ അത് താമസിക്കുന്ന ആൾക്കാർക്ക് പ്രയാസങ്ങൾ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെ അവരിപ്പോൾ സ്വാഭാവികമായിട്ട് കുറച്ച് പേര് അവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം പ്രയാസങ്ങൾ ഞങ്ങൾക്ക് വരാതിരിക്കാനും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ എസ്റ്റേറ്റ് പാടിയിൽ നിന്ന് ചെറിയ സംവിധാനത്തിൽ നിന്ന് ചെറിയ വീടിലേക്ക് മാറി. ഒരു മുറി 2 മുറിയുള്ള അതിൽ നിന്ന് കുറച്ചും കൂടെ വൈഡായിട്ട് 4ഉം 5ഉം അപ്സ്റ്റെയറും ആയിട്ടുള്ള വീടുകളിൽ ആയി താമസിച്ച് ഇപ്പം നിലവിൽ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ ആൾക്കാർക്ക് ഒരു ഡെവലപ്പ് ഉണ്ടാവുക എന്നുള്ള രീതി ഈ ബിൽഡപ്പിന് ഉണ്ടാവണം. അല്ലാതെ ഒരു സംവിധാനത്തിൽ തളച്ചിടുന്ന ഒരു രീതി മാത്രമായിട്ട് മാറരുത് എന്നുള്ളൊരു ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. ഇങ്ങനെ ഒന്നിച്ചിരുന്ന മനുഷ്യരാണ്. അവരെ സംബന്ധിച്ച് ഒന്നിച്ച് നിൽക്കുമ്പോഴാണ് കരുത്ത് എന്നുള്ളതാണ്. അതുകൊണ്ടുകൂടിയാണ് പലപ്പോഴും അവരുടെ സംസാരത്തിലേക്ക് എത്തുമ്പോൾ മുണ്ടക്കൈയും ചൂരൽമലയും എല്ലാം ഒന്നു ചേർന്ന് ഒറ്റക്കൂട്ടമായി അവർ മാറുകയും ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായും പുനരധിവാസം എന്ന തലത്തിലേക്ക് പോകുമ്പോൾ ഇവരൊക്കെ മുന്നോട്ട് വെച്ച ആശയങ്ങൾ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. അത് തള്ളിക്കളയേണ്ട വിഷയമേ അല്ല. ആ കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അടിയന്തര ശ്രദ്ധ പതിയണമെന്നുകൂടി ഇവിടെ നിന്നും പറയാനും ആഗ്രഹിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് മഹേഷ് ബാലുശ്ശേരിക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ, ഇൻ റിപ്പോർട്ടർ, വയനാട്.